കൂട്ടുകാർക്കും ഫസ്റ്റ് തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈദാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇപ്പോൾ കുളിച്ച് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ കുളിച്ച് ഡയറക്റ്റ് വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷമൊക്കെ ഫുള്ള് കാണാം. എൻ്റെ മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ട് 10 കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ വാപ്പിക്കാക്കാൻ പള്ളിയിലേക്ക് പോയേക്കണേന്. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് പോയി ഡ്രസ്സൊക്കെ മാറ്റണം. അപ്പോൾ എന്തായാലും നമുക്കിനി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പെരുന്നാളിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കണേന്. അപ്പോൾ ഇന്ന് ഇവിടെ ഉള്ളത് പത്തിരിയും ചിക്കൻ കറിയുമാണ്. പിന്നെ തേങ്ങാപ്പാലില്ലാതെ എന്ത് പത്തിരിയും ചിക്കൻ കറിയും. അപ്പോൾ തേങ്ങാപ്പാലുണ്ട്. അപ്പോൾ ഇക്കാക്കിയ വാപ്പി ഇപ്പോൾ പള്ളിയിൽ നിന്ന് പോയി വന്നിട്ടേ ഉള്ളൂ. ആ സമയം കൊണ്ട് ഞാൻ റെഡി ആയി ഇവിടെ ഇരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി പത്തിരിയും ചിക്കൻ കറിയൊക്കെ കഴിക്കട്ടെ. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്താ പെരുന്നാളിനൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫൈനലി അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഫൈനലായിട്ട് ഈ ഷോൾ കൂടി ഒന്ന് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് കസിൻസിൻ്റെ വീട്ടിലേക്കൊക്കെ പോകാനുണ്ട്. ഞാൻ മൈലാഞ്ചി കാണിച്ചു തരാമെന്ന് പറഞ്ഞ വിഷയം കാണിച്ചു തരില്ല. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം പറയണത് മൈലാഞ്ചി കാണിച്ചു തരാമെന്ന്. നമുക്ക് പുറത്തേക്ക് പോയിട്ട് വേണം ഗൈസ്. അപ്പോൾ ഇതേ ഫൈനലി അങ്ങനെ എൻ്റെ മേക്കപ്പും എൻ്റെ കോസ്റ്റ്യൂമും ഇതാണ് ഗൈസ്. അപ്പോൾ ഫുള്ള് ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ മൈലാഞ്ചി നേരത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. സോ ഇതാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇസ്കണ്ട ഇത് ഞാൻ ഇട്ടതാണ് കേട്ടോ. പിന്നെ ഇത് ഇന്നലെ രാത്രി ഇട്ടതാണ് കണ്ട. പിന്നെ ഇന്നലെ രാത്രിയല്ല, ഇന്ന് രാവിലെ അല്ല ഇന്ന് രാത്രി എന്ന് വെച്ചാൽ 12 മണിയായപ്പോൾ. ഓക്കെ, പിന്നെ ഇതെനിക്ക് ഒരു ഇത്താത്ത മൈലാഞ്ചി ഇട്ടെന്നാണ് കേട്ടോ. അപ്പോൾ സാധാരണ എനിക്ക് ഉമ്മ ഇട്ടരാറ്. പിന്നെ കുറച്ച് തിരക്കുണ്ടായി. അപ്പോൾ എനിക്ക് ആ ഇത്താത്ത ഇട്ടെന്ന് നല്ല രസമായിട്ട് ഇട്ടെന്ന് കേട്ടോ ഫ്രണ്ട്സ്. മാഷാ അല്ലാ. അപ്പോൾ ഇത് ബാക്കിലും എനിക്ക് ആ ഇത്താത്ത തന്നെ ഇട്ടെന്നാണ് കേട്ടോ. സഫ്ന എന്നാണ് എൻ്റെ പേര്. അപ്പോൾ എന്തായാലും അങ്ങനെ ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മൈലാഞ്ചി ഇഷ്ടപ്പെട്ടാന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം പൊക്കത്ത് അഫാനേനെയൊക്കെ ഒന്ന് കാണണം. അപ്പോൾ അവളൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവളൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ എന്തായാലും നിങ്ങളെയും കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അതേ അഫാന വന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ അഫാനയുടെയും ഏകദേശം സെയിം ഡ്രസ്സാണ്. അതെ, കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഏകദേശം സെയിം ആണ്. അപ്പോൾ എന്തായാലും അഫാന ഈദും മുബാറക്. ഓക്കെ, ക്യാമറ പറയും ഈദ് മുബാറക്. ഈദ് മുബാറക്. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ രണ്ടുപേരും റെഡിയായി. അപ്പം എന്താണ്, അപ്പം നമുക്കിനി പെരുന്നാൾ അടിച്ച് കൊടുക്കാം ഗൈസ്. അപ്പോൾ അതേ അഫാനയും താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയും റെഡിയായി നിൽക്കണം കേട്ടോ. അപ്പം എന്തായാലും അഫാനയുടെ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടാണ് കമൻറ്റ് ചെയ്യും, എൻ്റെയും ഇഷ്ടപ്പെട്ടാണ് കമൻറ്റ് ചെയ്യട്ടാ. അങ്ങനെ നമ്മുടെ അഫ്രീം വന്നിട്ടുണ്ട് കേട്ടോ. അഫ്രീം റെഡി ആയി വന്ന്. പിന്നെ അഫാന നമ്മളിപ്പോൾ രാവിലെ ഉണ്ട്. ന്യൂ ആയിട്ട് അഫ്രീം കൂടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും നമുക്ക് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് കാണാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റുമായിരിക്കും, എല്ലാ പെരുന്നാളിനും ഞാൻ ലൈവ് വരാറുണ്ട്. സോ ഈ പെരുന്നാളിന് ഞാൻ ലൈവ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ലൈവൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇനി കസിൻസിൻ്റെ വീട്ടിൽ പോകണം കേട്ടോ. ഇപ്പോൾ ലൈവ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി കസിൻസിൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പൊ ദേ നമ്മുടെ കയ്യിലിപ്പോ ആരാണ് ലൈലാപ്പി ഉണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങള് കസിൻ്റെ വീട്ടിൽ വന്നു. ഉമ്മയുടെ അടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ലൈലാപ്പി വെറുതെ ഇരിക്കണം. അപ്പോൾ ഞാൻ അവളെയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു അല്ലേ ഫ്രണ്ട്സ്. ഈ പെണ്ണിങ്ങ നോക്കി എടി മര്യാദക്കിരിക്കും ഗൈസ്. ലൈല ഈദ് മുബാറക്. അപ്പം ഞാനും ലീലയും കുറച്ച് നേരം പുറത്തിങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങിയതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വെറുതെ ഇരുന്ന് പോസ്റ്റ് അടിച്ച്. അപ്പം ഞാൻ ലീലാനെ എടുത്ത് നടക്കാൻ ഇറങ്ങി. ഈ പെണ്ണാണെങ്കിൽ കുട്ടികളെ എടുക്കണ പോലെയാണ്, കയ്യിലെടുത്ത് അതേപോലെ ഇവിടെ ഇരുന്നോളും. കണ്ടില്ല, അതെന്താണൊന്നുമില്ല. അപ്പം എന്തായാലും
കുറച്ച് നേരം നമുക്ക് ലൈലായിട്ടിരിക്കാം. മരത്തിൽ നെല്ലിപ്പുളി ഉണ്ട്. ഞങ്ങൾ നെല്ലിക്കാപ്പുളി എന്നാണ് പറയണ. കണ്ടോ ഇവിടെ രണ്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ നമുക്ക് പറിക്കാൻ പറ്റുമോ നോക്കാം. ഇത്രയും ദൂരത്താണുള്ളത്. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ല. അതിൻ്റെ മേളിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കാണിച്ചതിലും കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് തന്നെ പറിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മൂത്ത് കൊടുന്നും ആ കൊമ്പ് ചാലിച്ച് തന്നിട്ടാണ് കേട്ടോ ചാടി പറിച്ചത്. പക്ഷെ എന്തായാലും 5-6 കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല പച്ച കളറിലായിരുന്നു കേട്ടോ. ഫ്രഷാണ്. മരത്തിൽ നിന്ന് ഇപ്പം കുറച്ചുള്ളൂ. അപ്പോൾ പെരുന്നാളേക്കല്ലേ, അപ്പോൾ പുറകുവശത്ത് തന്നെ ഒരു അടുപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണമായിരുന്നു. ഇത് ഇന്ന് സ്പെഷ്യല് ബിരിയാണി ആണ് ഇവിടെ. അയ്യോ ബിരിയാണി അല്ല, ഫ്രൈഡ് റൈസ് ആട്ടാ ഇവിടെ. ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കണേണ്. ആൻഡ് ഇത് നമുക്ക് പൊരിക്കണം. നെല്ലിക്കാപ്പുളി ഇവിടെ എന്താണ് ഉപ്പിലിട്ടിട്ടുണ്ട്. അടുത്തഞ്ഞു മതി. ഗൈസ് നെല്ലിക്കാപ്പുളിയാണ്. ഉപ്പിലിട്ടാണ്. എനിക്ക് ഇതും ഉണ്ടായിരുന്നില്ലേ, ഇതും ഉണ്ടായതാണ്. ഗൈസ് ഇത് ഇവിടെ ഉണ്ടായതാണ് കേട്ടോ. ഈ തെക്കൊന്നും ഇവിടെ ഉണ്ടായതാണ്. പിന്നെ ഇത് പച്ച, ഇത് ഉപ്പിലിട്ടത്. അവിടെ നെല്ലിക്കൊക്കെ ഉണ്ടാക്കി എടുക്കണ്ടേ. അപ്പൊ എന്തായാലും ഞങ്ങൾക്കിത് വേറെ കസിൻ്റെ വീട്ടിൽ പോകാൻ ഭയങ്കര വെയിലിട്ടത്. കസിൻസിന്റെ വീട്ടിലൊക്കെ പോയി ഇപ്പോൾ വന്നപ്പോഴത്തേക്കും ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ഉച്ചക്ക് ചോറിന് ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പപ്പടം, പിന്നെ സാലഡും. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ ഫുഡ് കഴിക്കാം. ഇഷ്ടം സാലഡായിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടാവും ചേരാം. അപ്പം ഞാൻ തരാം. അനുരാധയ്ക്ക് ഇനി കുറച്ച് മൈലാഞ്ചി ഇട്ട് കൊടുക്കണേണ്. ഞങ്ങളെല്ലാവരും മൈലാഞ്ചി ഇട്ടില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇന്നലെ ഇവിടെ കുറേ പേര് വന്ന് മൈലാഞ്ചി ഇട്ട് ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് ഇടാൻ പറ്റിയില്ല ഗൈസ്. അപ്പം ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ അതേ ഇവിടെ ഇട്ട് തുടങ്ങി. ഇനിയിപ്പോൾ അത് നമുക്ക് എന്തൊക്കെ ഡിസൈൻ നമുക്ക് ഇട്ടിട്ടിരിക്കാം കേട്ടോ. സിമ്പിൾ ഡിസൈനാണ്. ഗൈസ് അപ്പോൾ അതെ ഇട്ട് ഇപ്പോൾ എത്ര ആയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇവിടെ വരെ വേണമെന്നാണ് പറഞ്ഞത്. ഞാനപ്പോൾ അതും കൂടി ഒപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. സോ ഇടുണ്ടാവും ഇനി ഐഡിയ. എന്നാലും നമുക്ക് ഗൈസ് അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ ഇവിടെ മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഗൈസ്. അപ്പോൾ എന്താണ് സിമ്പിളായിട്ടൊരു ഇടിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഈ ഡിസൈൻ പിന്നെ വലിയ പാടൊന്നും ഉണ്ടല്ലോ. കുറച്ച് ഫ്ലവേഴ്സ് ലീവ്സൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടാൽ മതി. ഞാൻ ശരിക്കും ഇവിടെ നിന്നിട്ട് പിന്നെ അവൾക്ക് ഇവിടെയും കൂടി വേണം എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഇവിടെ വരെയൊക്കെ ഇട്ടിട്ടില്ലേ. അപ്പോൾ അവൾക്ക് വേണം എന്ന് പറഞ്ഞാൽ സോ അവിടെ വരെയും കൂടി ആക്കി ഒന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ മൈലാഞ്ചി കുറച്ച് നേരം വച്ചിട്ട് ചുമക്കണ മൈലാഞ്ചിയാണ്. ഞാൻ ഇട്ടത് ഈ മൈലാഞ്ചിയാണ്. നാട്ടിൽ ഒന്ന് ചുമന്നിട്ടുണ്ട്. എന്താ അപ്പം എന്താണ് ഇനി ഇത് കുറച്ച് നേരം കൂടി വെക്കണം. പിന്നെ ഇത് അഫാനൊക്കെ ഞാൻ ഇന്നലെ തന്നെ ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ ഇതൊക്കെ ഉണ്ടാ ഇവൾക്ക് ഇന്നലെ ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ എന്താണ് എനിക്ക് കുറേ പേര് ഇടാൻ വന്നായിരുന്നു ഇവിടെ. അപ്പോൾ എനിക്കും ഇടാൻ ടൈമില്ല. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തില്ല. പിന്നെ അഫാനെ വന്നു. അഫാന് എനിക്ക് പിന്നെ മെയിനല്ലേ. ഞങ്ങൾക്ക് പിന്നെ നമ്മൾ മുസ്ലിംസിന് പിന്നെ പെരുന്നാൾ മൈലാഞ്ചി ഇടാന്ന് വെച്ചാൽ അത് മെയിനായിട്ടുള്ളൊരു കാര്യമില്ലേ. അപ്പോൾ അത് കാരണം ഞാൻ അഫാനൊക്കെ ഇട്ട് കൊടുത്ത്. പിന്നെ ഇവൾക്ക് ഇന്നിട്ട് കൊടുത്താലും കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഇട്ട് കൊടുത്താണ് കേട്ടോ. അഫാനയുടെ നമുക്ക് ഇത് ഉമ്മ ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഗൈസ്. എനിക്കപ്പം ടൈം ഉണ്ടായില്ല. ഞാൻ വേറെ കൊച്ചിന് ഇട്ട് കൊടുക്കണമായിരുന്നു.
ഉണ്ടായിരുന്നു. ഇതാണ് ഉമ്മ ഇട്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമൻ്റ് ചെയ്യണേ. ഇത് ഞാൻ ഒപ്പിച്ചതാണ് കേട്ടോ രാത്രി ആയപ്പോൾ. പിന്നെ ഇത് ഞാൻ ഇട്ടതാണ്. ഇത് അഫാന ഇട്ട്. ഇതാണ് ഇപ്പം ഞാൻ എൻ്റെ അതൊക്കെ ഇട്ടെടുത്തത്. ഓക്കേ, അപ്പോൾ ഇതാണ് ഞങ്ങൾ 3 പേര് ഇട്ടേക്കണ മൈലഞ്ച്. അപ്പം എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണേ. അപ്പോൾ ദേ എൻ്റെ ഒപ്പം ഇപ്പം നാറു ബേബി ഉണ്ട്. അനുരാധ മൈലാഞ്ചി മൈലാഞ്ചി ഇങ്ങനെ കണ്ടതല്ലേ. ക്യാമറ ഒക്കെ ബ്ലറായിക്കണേ. നാറൂട്ടോ ഹായ് പറഞ്ഞൂട്ടോ. ഓക്കെ, തുടച്ച് ക്യാമറ തുടച്ചതാണ്. ഇപ്പം ഞാൻ തേനെ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്രോമാളിലാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഒബ്രോമാളിൻ്റെ അകത്തല്ല, പുറത്താണ്. അപ്പോൾ ഒബ്രോമാളിലേക്ക് കയറാൻ പോകണേട്ട്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ടാണ് ഈ ഒരു കാര്യം പറയണത്. ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും ഇവിടെ എന്തോ മാംഗോ ഫെസ്റ്റ് അങ്ങനെ എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകണേട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ നോക്കൂ, അവിടെ നിന്ന് ഫുള്ള് മാംഗോസാണ്. ഇവിടെ നിന്ന് ആ അറ്റം വരെ ഫുള്ള് മാംഗോസാണ്. തേങ്ങ ഇതൊക്കെ തേങ്ങ. ഇതെനിക്കറിയാം. ഇവിടെ കുറേ വെറൈറ്റി ഉണ്ട്. അപ്പം ഞാൻ കേൾക്കാത്ത പേരും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. മെൽഗോവേ അങ്ങനെയുണ്ടോ? പിന്നെ നടശാല നാടൻ മല്ലിക. വെറൈറ്റി കൈൻഡ് ഓഫ് നെയിംസ് ആണ് ഗൈസ്. ഇവിടെ ഒക്കെ ഫുള്ള് ഇങ്ങനെ നല്ല അലങ്കരിച്ച് വെച്ചേക്കണായിട്ട് റെയിൻബോ ആൻഡ് ക്ലൗഡ്സ് ആയിട്ട്. പിന്നെ ഇവിടെ ഫുള്ള് മാംഗോസ് ആണ്. ആൻഡ് ഇവിടെ പല റേറ്റിലാണ് ഗൈസ് മാംഗോസ് ഒക്കെ ഉള്ളത്. എല്ലാം നല്ല പല പല റേറ്റിലാണ് ഗൈസ്. ഇതിൻ്റെ പേരാണ് ഹിമാപസദ്. ഹിമാപസദാണ്. ഓക്കെ, വെറൈറ്റി നെയിമാണ്. ഞാൻ ആദ്യമായിട്ടാണ് പേരേക്കണേ. ആൻഡ് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല കേട്ടോ. കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. പേര് ഞാൻ കേൾക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഞാനിവിടെ ആകെ അന്ത വിട്ടിരിക്കണേണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഉള്ള ഒരു മാംഗോയുടെ പേര് കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. രസഗുള ഡൽഹി. നൈസ്. കുറേ എന്തൊക്കെയോ പേരുള്ള മാംഗോസ് ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവണം. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഞാൻ കാണാത്ത കുറേ ടൈപ്സ് മാംഗോസൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടോ? ഇതെന്താ? നാട്ടിന്നാ വരും. മല്ലിക. വെറൈറ്റി നെയിംസാണ്. പ്രിയൂർ. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മ വെച്ചിട്ട് പ്രിയൂർ അമരാപാലി. വാവ്. ഇതൊക്കെ ഞാൻ വേറൊരു മാംഗോ ഉണ്ട്. അത് എന്തോ നെട്ടേവാട ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഞാനിനി ആ വഴി ഞാൻ അപ്പുറത്ത് പെർഫ്യൂം തന്നിട്ടുണ്ട്. പെർഫ്യൂം അടിച്ച് തന്നിട്ടുണ്ട്. റെയിൻബോ. അവിടെ നിന്ന് ഇവിടെ വരെയും ഫുള്ള് മാംഗോസ് ആണ് കേട്ടോ. അതും എല്ലാം നല്ല വെറൈറ്റി ആണ്. പിന്നെ ഞങ്ങൾ മുകളിലത്തെ ഫ്ലോറിൽ വന്നപ്പോൾ കണ്ടാം ഇവിടെ നല്ല ക്ലൗഡും എന്താണ് ലൈറ്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്കാണ് വെറുതെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്. സ്റ്റീൽ മിറർ ഇല്ല എങ്കിലും നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പിലെ സ്റ്റീൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങളിങ്ങനെ മാംഗോ ഫെസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി മാംഗോസ് ഉണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ വേറെ എവിടെയും ഉണ്ട് ഇതും കൂടി പറയണേ കേട്ടോ. എന്തായാലും ഞാൻ പിന്നെ വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ച് നേരമൊക്കെ ഇവിടെയൊക്കെ നിന്നിട്ട് പോകാം. നോക്കി ഇവിടുന്ന് കാണുന്ന നല്ല
റെഡും യെല്ലോവും ഗ്രീനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇവിടെ മാളിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ അറ്റം വരെ ഉണ്ട്. എല്ലാം നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒബ്രോമാളിൽ നിന്ന് ഇറങ്ങിയിട്ടാ പിന്നെ അമ്മായിയുടെ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് തിരിച്ച് നേരെ വീട്ടിലേക്ക് തന്നെ പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.